അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണോ? അല്ലല്ല, നിങ്ങൾ എന്താ പറഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ കുഴപ്പം ഇത് എന്താണ്? ഇത് ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് പരിഹാസ്യമായി പോയി, പറയാതിരിക്കാൻ വയ്യ. ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു ഗുണകരമായ മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ടോ? സമൂഹത്തിന്റെ മുഴുവൻ സദാചാരബോധത്തെയും വെല്ലുവിളിക്കുന്ന കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, എന്നിട്ട് അവരുടെ അടിയും ചിരിയും കരച്ചിലും എല്ലാം ഒപ്പിയെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു ഗുണകരമായ മെസ്സേജ് അതിനുണ്ടോ? എന്നിട്ട് അതിനു വേണ്ടിയാണ് ഈ വലിയ ആക്രോശങ്ങൾ. എന്താണ് ഇപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യുന്നത് വ്യക്തിപരമായി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു സഹോദരി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ചൊടിപ്പിച്ചത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് അവർ പറഞ്ഞത്? വ്യക്തിപരമായി അവരുടെ വ്യക്തിപരമായ വിഷയമാണ് പറഞ്ഞത്. വ്യക്തിപരമായി അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അവരുടെ വീട്ടിൽ കയറ്റൂല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. മോഹൻലാലിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആ സഹോദരിക്ക് അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ? മോഹൻലാൽ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് എൻ്റെ വീട്ടിൽ കയറ്റാൻ എനിക്ക് പറ്റില്ല, എനിക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് ശരിയാണോ? ഇദ്ദേഹം ചെയ്തത് ഒരിക്കലും ശരിയല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെ ഇല്ല എന്നതാണോ നമ്മുടെ പ്രശ്നം? അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മോഹൻലാലിൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയാണോ നമ്മുടെ കൾച്ചറും നമ്മുടെ സമീപനവും നമ്മുടെ ധാർമ്മികതയും ഒക്കെ സ്വീകരിക്കേണ്ടത്? പിന്നെ അവർ മനുഷ്യരല്ലേ എന്നാണ് വേറെ ചില ആളുകൾ ചോദിക്കും. മനുഷ്യരാണ്. സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു രീതിയുണ്ട്, സാധാരണ മനുഷ്യർ അനുധാവനം ചെയ്യുന്ന ഒരു ധാർമ്മികതയുണ്ട്. അതിനൊക്കെ വിരുദ്ധമായ ഒരു സമീപനം ചില ആളുകൾ സ്വീകരിക്കുക. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ട് അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യണമെന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരു മുതിർന്ന നടൻ അതിനുവേണ്ടി ആക്രോശിക്കുന്നത്, അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെന്തെങ്കിലും ഉണ്ടോ? പിന്നെ മോഹൻലാൽ പറയുന്നത് എന്താണ്? എല്ലാവരും അംഗീകരിക്കുന്നു. ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ലോകം മുഴുവനും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മോഹൻലാൽ പറയുന്നത്. സത്യത്തിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ മീഡിയ പോലും വാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ സ്വീകരിച്ച, ഇതൊക്കെ വലിയ സംഭവമായി കൊണ്ട് നടന്ന പല രാജ്യങ്ങളും അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ? പല പ്രഖ്യാപനങ്ങളും പല സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ സ്വീകരിച്ച് മക്കൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ വേദന മനസ്സിലാകുന്നത്. അപ്പോഴേ മോഹൻലാലിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. സ്വന്തം അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ എന്നാണ് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.